ടൂറിസത്തിൻ്റെ അകത്ത് ഉള്ള ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷനാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു റിമെമ്പർ ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കേസിൽ എടുത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അത് 4 ഇയർ ആദ്യം തന്നെ പറയാം. 1811 മിസ്റ്റർ വെത്ഗേറ്റ് കെമിസ്റ്റ് ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ കൽക്കത്തയിൽ. പിന്നെന്ന് പറയുന്നത് 1821 മിസ്റ്റർ സ്മിത്ത് സ്റ്റെയിൻ സ്ട്രീറ്റ് ആൻഡ് കോ അപ്പോത്തിക്കറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1901 ആചാര്യ പ്രഫുല്ലചന്ദ്രരെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് കൽക്കട്ടയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1903 പ്രൊഫസർ ടി കെ ഗജാർ ഫാക്ടറി അറ്റ് പാരൽ അലംബിക് കെമിക്കൽ വർക്ക്സ് ബറോഡയിൽ. ഈ 4 നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. എന്താണെന്നൊന്നുകൂടി പറയാം. 1811, 1821, 1901, 1903. അതിൽ 1811 എന്താണ്? മിസ്റ്റർ വെത്ഗേറ്റ് കെമിസ്റ്റ് ഷോപ്പ് എവിടെ? കൽക്കത്തയിൽ. പിന്നെ 1821 മിസ്റ്റർ സ്മിത്ത് സ്റ്റെയിൻ സ്ട്രീറ്റ് ആൻഡ് കോ അപ്പോത്തിക്കറി ഷോപ്പ്. 1901 ആചാര്യ പ്രഫുല്ലചന്ദ്രരെ ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക്സ് കൽക്കട്ട. 1903 പ്രൊഫസർ ടി കെ ഗജാർ ഫാക്ടറി അറ്റ് പാരൽ അലംബിക് കെമിക്കൽ വർക്ക്സ് ബറോഡ. 1927, 1929 ഇയറിൽ സെവറൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഓൺ റെപ്രസെൻറ്റേഷൻ ഫ്രം ദി ഇന്ത്യൻ പീപ്പിൾ the Viceroy appointed a committee on 11th August 1930 under the chairmanship of കേണൽ ആർ.എൻ. ചോപ്ര. ആർ.എൻ. ചോപ്രൻ്റെ അണ്ടറിൽ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഒരു വൈസ്രോയ് ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് എപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തത്? 11th August 1930. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിനെ എന്താണ് അറിയപ്പെടുന്നത്? വൈസ്രോയ് കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അത് കൂടാണ്ട് തന്നെ ആർ.എൻ. ചോപ്ര, കേണൽ ആർ.എൻ. ചോപ്രയുടെ ചെയർമാൻഷിപ്പിലായതിനാൽ ആർ.എൻ. ചോപ്ര കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രഗ് എൻക്വയറി കമ്മിറ്റി എന്ന് കൂടി പേരുണ്ട്. ഇത് 1931 റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത്. DEC എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് PSCയിൽ ചോദിക്കുന്നത്. പിന്നെ ഈ ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ കമ്മിറ്റീൻ്റെ റിപ്പോർട്ടിൽ 90 റെക്കമെൻഡേഷൻസാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. 1927-29 ഇയറിൽ സെവറൽ ഡെത്ത് റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വൈസ്രോയ് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ആരെ റെക്കമെൻഡേഷൻ കാരണം? ഇന്ത്യൻ പീപ്പിളൊക്കെ അങ്ങനെ ആവശ്യപ്പെട്ടത് കാരണം വൈസ്രോയ് ഒരു കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു. ഇപ്പം 11th August 1930 ആ കമ്മിറ്റീൻ്റെ ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് കേണൽ ആർ.എൻ. ചോപ്രയ്ക്കായിരുന്നു. അപ്പോൾ 11th August 1930 അപ്പോയിൻ്റ് ചെയ്ത ആ കമ്മിറ്റീനെ വൈസ്രോയ് കമ്മിറ്റിയെന്നും ആർ.എൻ. ചോപ്ര കമ്മിറ്റിയെന്നും ഡ്രഗ് എൻക്വയറി കമ്മിറ്റിയെന്നും പേര് വന്നു. 1931 ഈ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്തത്. പിന്നെ DEC എന്നാണ് ഇതിൻ്റെ ചുരുക്കി DEC കമ്മിറ്റി എന്ന് പറഞ്ഞു. 90 റെക്കമെൻഡേഷൻസ് ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ DECൻ്റെ കുറച്ച് ഔട്ട്കംസാണ് പറയുന്നത്. അതിൽ 1937 ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ബില്ല് അത് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇതിൽ പിന്നെ കൺട്രോൾ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സിൻ്റെ ഇമ്പോർട്ട് കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ബില്ല് 1937 പറയുന്നത്. പിന്നെ 1940 ഡ്രഗ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ 1940 തന്നെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയും. പിന്നെ 1945 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ 1947 അതർ ആക്ട് വർ ഓൾസോ എനാക്റ്റഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് DEC. DECൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1947 ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആക്ട് കൂടി നിലവിൽ വന്നു. അപ്പം 1948 ഫാർമസി ആക്ട് വന്നു. 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് വന്നു. 1955 മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് വന്നു. 1956 മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ റൂൾസ് വന്നു.
പിന്നെ 1979 ഡ്രഗ് പ്രൈസ് കൺട്രോൾ ഓർഡർ, പിന്നെ അത് 1987 ചേഞ്ച് ചെയ്തു. പിന്നെ 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് വന്നു. മിസലേനിയസ് ആക്ട്സ് പിന്നെ കുറച്ച് പറയുന്നുണ്ട്. 1951 ഇത് ഇൻഡസ്ട്രീസ് ആക്ട് വന്നു. 1946 ദ ഇൻഡസ്ട്രീസ് എംപ്ലോയ്മെൻറ്റ് ആക്ട് ആൻഡ് റൂൾസ് വന്നു. 1948 ഫാക്ടറി ആക്ട് വന്നു. 1970 ഇന്ത്യൻ പേറ്റൻറ്റ് ആൻഡ് ഡിസൈൻ ആക്ട് വന്നു. 1958 ട്രേഡ് ആൻഡ് മെർച്ചൻഡൈസ് മാർക്ക് ആക്ട് വന്നു. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അപ്പം ഈ DECൻ്റെ ഔട്ട്കംസിൽ ആദ്യം പറയുന്നത് 1937 ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ബില്ല് വന്നത്. പിന്നെ 1940 ഡ്രഗ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1940 ഡ്രഗ് ആക്ട്, അതായത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വന്നു. പിന്നെ 1945 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് വന്നത്. അതിന് ശേഷം പറയുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 അതർ ആക്റ്റൊക്കെ എനാക്ട് ചെയ്തതാണ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് DEC. അതിൽ തന്നെ 1948 ഫാർമസി ആക്ട്, 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്, 1955 മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട്, 1956 മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ റൂൾസ്, 1979 ഡ്രഗ് പ്രൈസസ് കൺട്രോൾ ഓർഡർ, 1985 നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് മിസലേനിയസ് ആക്ട്സും പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഫാർമക്കോപ്പിയൻ്റെ കുറച്ച് എഡിഷൻസാണ് പറയുന്നത്. 1955 ഫസ്റ്റ് എഡിഷൻ ഓഫ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ. പിന്നെ സെക്കൻഡ് എഡിഷൻ 1966, തേർഡ് എഡിഷൻ 1988, ഫോർത്ത് എഡിഷൻ 1996, ഫിഫ്ത്ത് എഡിഷൻ 2007, സിക്സ്ത് എഡിഷൻ 2014, സെവൻത്ത് എഡിഷൻ 2018. ഈ ഇയറൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ്റെയൊക്കെ ചോദിക്കേണ്ടത്. പിന്നെ 4 ടൈപ്സ് ഓഫ് കമ്മിറ്റീസ്, 4 ടൈപ്സ് ഉണ്ടെന്ന് പറയാം. അപ്പം 4 ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ബോർ കമ്മിറ്റി, രണ്ടാമത്തേത് ഭാട്ടിയ കമ്മിറ്റി, മൂന്നാമത്തേത് മുതലാൽ കമ്മിറ്റി, നാലാമത്തേത് ഹാത്തി കമ്മിറ്റി. അതിൽ 1943 ബോർ കമ്മിറ്റി. ഒക്ടോബർ 1943 രൂപീകരിച്ചെന്ന് പറയാം. പിന്നെ അതിന് ഈ ബോർ കമ്മിറ്റീൻ്റെ വേറെ പേരാണ് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. ഇതിന് ചെയർമാൻ എന്ന് പറയുന്നത് സർ ജോസഫ് ബോർ ആയിരുന്നു. അതുകൊണ്ടാണ് ബോർ കമ്മിറ്റി എന്ന പേര് വന്നത്. ഈ ബോർ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ് ഓൾ ഇന്ത്യ ഫാർമസി കൗൺസിൽ, പ്രൊവിൻഷ്യൽ ഫാർമസി കൗൺസിൽ, പിന്നെ ഫാർമസിസ്റ്റിൻ്റെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്തു, പിന്നെ ഡ്രഗ് ആക്ട് എൻഫോഴ്സ് ചെയ്തു, പിന്നെ റിവൈസ് കോഴ്സസ് ടു സ്റ്റഡി, അതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ 1943 ബോർ കമ്മിറ്റി കഴിഞ്ഞാൽ 1953 ഭാട്ടിയ കമ്മിറ്റി, അത് അപ്പോയിൻറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ എൻക്വയറി കമ്മിറ്റിയാണ്. ചെയർമാൻ ഇവിടെ മേജർ ജനറൽ SL ഭാട്ടിയ ആണ്. അതുകൊണ്ടാണ് ഭാട്ടിയ കമ്മിറ്റീന്ന് പേര് വന്നത്. ജൂൺ 1954 212 റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത് ഭാട്ടിയ കമ്മിറ്റി. അത് കഴിഞ്ഞാൽ 1959 മുതലിയാർ കമ്മിറ്റീനെ പറയുന്ന പേരാണ് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇവിടെയുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും ചോദിക്കുന്നുള്ള ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. മുതലിയാർ കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത്, അതായത് ഇൻക്ലൂഷൻ ഓഫ് ഇൻഡിജീനിയസ് സിസ്റ്റം ഓഫ് മെഡിസിൻ, അത് പഠിച്ചു വെക്കുക. പിന്നെ അടുത്ത കമ്മിറ്റിയാണ് ഹാത്തി കമ്മിറ്റി. 1974 ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതാണ് ഈ ഹാത്തി കമ്മിറ്റി. മൈൽ സ്റ്റോൺ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷനാണ്. ഇവിടെ ചെയർമാൻ എന്ന് പറയുന്നത് ജയ്സുഖ് ലാൽ ഹാത്തിയാണ്. ഇവിടെയും ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാത്തി കമ്മിറ്റിയിൽ പറയുന്ന റെക്കമെൻഡേഷനിൽ കവേർഡ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ലൈസൻസിങ്, പ്രൈസ് കൺട്രോള്, ഇമ്പോർട്ട്സ്, പിന്നെ റോൾ ഓഫ് ഫോറിനർ സെക്ടർ, ക്വാളിറ്റി കൺട്രോൾ, അതൊക്കെ ഹാത്തി കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്.
ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷനിൽ. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഈ പോയിൻറ്റ്സ് എല്ലാം പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.